ഞാനിന്ന് രാവിലെ ഉള്ളത് ചാത്തന്നൂർ KSEB ഓഫീസിലാണ്. ഇവിടെ ഒരു വ്യത്യസ്തമായ പ്രതിഷേധം നടക്കുന്നു എന്നറിയിച്ചതിനെ തുടർന്നാണ് ഞാൻ വന്നത്. അപ്പോൾ KSEB ആയതുകൊണ്ട് തീർച്ചയായും ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ചെന്ന് എന്താണ് ഈ പ്രതിഷേധത്തിന് കാരണം എന്നന്വേഷിക്കാം. പ്രശ്നം ഇവിടെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ സോളാർ വെച്ച് അതിൻ്റെ എല്ലാം പാനൽ അതെല്ലാം അവർ കൊണ്ടുവച്ച് അപ്പോൾ നമ്മൾ ലോൺ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെടുത്താണ് നമ്മൾ ചെയ്തത്. നമുക്ക് ഗ്യാസിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കാം. അത് ഗ്യാസ് 1000 രൂപ വേണം, എല്ലാത്തിനും വില കൂടുകയാണ്, കറണ്ട് ബില്ല് വേണം. ഒരു മാസത്തോളമായി നമ്മൾ ഇപ്പം ഞാനൊരു ലോണും അടച്ച് ഇപ്പോൾ കറണ്ട് ബില്ലും വന്നു 10,000 പുറത്ത് രൂപ. ഇപ്പോൾ വീണ്ടും എൻ്റെ ഇനി ഒരു മാസമായിട്ടായി. എനിക്കിതുവരെ മീറ്റർ കിട്ടിയില്ല. കയ്യിലിരിക്കുന്ന മീറ്റർ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ്, വെളിയിൽ നിന്ന് മേടിച്ച മീറ്ററാണിത്. എന്നാലേ നമുക്കത് വെക്കാൻ പറ്റൂ. ഇവിടെ ഇല്ല, ഇനിയും 2 മാസത്തോളം ആവുമെന്നാണ് അവർ പറയുന്നത്. ഇത് ഇവിടുന്ന് കിട്ടേണ്ടതാണ്, നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കിട്ടേണ്ടതാണ്. ഇത് മീറ്റർ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 4000 പുറത്ത് 5 രൂപയ്ക്കടുത്തായി. അത് ഞാൻ ഒരു മാസത്തോളമായി അവിടെ സോളാറിൻ്റെ ഇത് അവിടെ പാനലൊക്കെ ഘടിപ്പിച്ചിട്ട്, എന്നിട്ട് ഇവിടെ മീറ്റർ ഇല്ല എന്നാണ് പറയുന്നത്. സിംഗിൾ ഫേസിൻ്റെ മീറ്റർ ഇല്ല എന്നാണ് പറയുന്നത്. ലോൺ എടുത്താണ് എല്ലാം ഫിറ്റ് ചെയ്ത് 1 മാസം ലോൺ അടയ്ക്കുകയും ചെയ്ത്. പക്ഷേ ഇവിടെ നിന്ന് ഇവർ ഇതുവരെ പർച്ചേസിന് ഓർഡർ പോലും കൊടുത്തിട്ടില്ലാന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതെ. ഇപ്പം ഞാൻ പിന്നെ സ്വന്തമായിട്ട് മീറ്റർ വാങ്ങി ഫിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്, തിരക്കി നിൽക്കുകയാണ്. ഞാൻ മീറ്റർ മേടിക്കാൻ വന്നതാണ്, ഇവിടെ വിളിച്ചു പറഞ്ഞു വന്നതാ. സോളാർ ഫിറ്റ് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ കേട്ട പരാതികൾ ഇത് ചാത്തന്നൂർ KSEBയുടെ മാത്രം വിഷയമല്ല. കേരളത്തിലെ മിക്കവാറും KSEBയിലെ അവസ്ഥ ഇതാണ്. ഭാരിച്ച കറണ്ട് ബില്ലിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി സോളാർ സിസ്റ്റം സ്ഥാപിച്ച് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് KSEBയുടെ മീറ്ററിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് ഈ സംസാരിച്ചവരൊക്കെ. അപ്പോൾ ഇവിടെ നിന്നുള്ള അറിയാൻ കഴിയുന്നത്, ഇപ്പോൾ സോളാറൊക്കെ വെച്ച് 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞവർക്കും സോളാറിൻ്റെ മീറ്റർ ഇവിടുന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ ലോൺ എടുത്താണ് മിക്കവാറും ആൾക്കാർ ഈ സോളാർ വയ്ക്കുന്നത്. അപ്പോൾ മീറ്റർ കിട്ടാത്തതുകൊണ്ട് ആ കറണ്ട് ബില്ലും ആവുന്നു, അതുപോലെ തന്നെ ലോണിൻ്റെ EMI അടയ്ക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്കാണ് ഈ സോളാർ കസ്റ്റമേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചാത്തന്നൂർ സെക്ഷനിൽ എൻ്റെ കഴിഞ്ഞ 1.5 മാസമായിട്ട് മീറ്റർ ലഭ്യമല്ല. അപ്പോൾ ഇത്തരം സാധാരണ മുൻകാലങ്ങളിൽ ചിലപ്പോൾ ഒരു ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ ഒരല്പം ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ഈ കഴിഞ്ഞ 14 വർഷം ആയി ഞാൻ സ്ഥാപനം തുടങ്ങിയിട്ട്, ഈ 14 വർഷത്തിനിടയിൽ ഇത്തരത്തിൽ സോളാർ മീറ്ററിൻ്റെ ഷോർട്ടേജ് വരുന്നത് ആദ്യമായിട്ടാണ്. ഇതിപ്പോൾ ആൾറെഡി 1.5 മാസം കഴിഞ്ഞു. ഇനിയും ഏകദേശം ഒരു ഒക്ടോബർ പകുതിക്ക് ശേഷം മാത്രമേ മീറ്റർ ലഭ്യമാവൂ എന്നാണ് മിനിസ്റ്റർ ഓഫീസിലും അല്ലെങ്കിൽ CMD ഓഫീസിലും ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയ മറുപടി. KSEBക്ക് നമ്മൾ സോളാർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് മീറ്റർ വരുന്നത് കുണ്ടറയുള്ള വെയർ ഹൗസിൽ നിന്നാണ്. ഇപ്പോൾ ഇവിടെ KSEB ഓഫീസുകളിലും മീറ്റർ ഇല്ല, അതുപോലെ തന്നെ കുണ്ടറ വെയർ ഹൗസ് ഓഫീസിലും മീറ്റർ ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ലോൺ എടുത്ത് തന്നെയാണ് ഈ സോളാർ ചെയ്തത്. അതിസമ്പന്നരൊന്നും അല്ല, സാധാരണക്കാരാണ്. അപ്പോൾ അവർ കറണ്ട് ചാർജിൻ്റെ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോൺ എടുത്ത് സോളാർ ചെയ്തത്. ഇപ്പോൾ അവർ നിലവിൽ ലോണിൻ്റെ പൈസയും അടയ്ക്കേണ്ടി വരുന്നു, കറണ്ട് ചാർജും അടയ്ക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇപ്പോൾ മീറ്റർ സ്വന്തമായി വാങ്ങി വെച്ചില്ലെങ്കിൽ ഏകദേശം 4000 രൂപയാണ് ഒരു സിംഗിൾ ഫേസ് നെറ്റ് മീറ്ററിൻ്റെ വില. ഈ മീറ്റർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ഉത്തരവാദിത്തത്തിലായിരിക്കും വീണ്ടും ഇത് തിരിച്ച് വെക്കേണ്ടി വരുന്നൊരവസ്ഥ. അല്ലെങ്കിൽ അവർ ഞങ്ങളെ സമീപിക്കും, ഞങ്ങളത് കൊടുത്ത് റിപ്പയർ ചെയ്യിപ്പിച്ച് ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഇവിടെ കൊടുക്കണം. അപ്പോൾ അത്രയും നാളും അവർക്ക് സോളാർ കിട്ടാതിരിക്കുന്നൊരവസ്ഥ വരുമ്പോൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഒരു മീറ്റർ ഞങ്ങൾ കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രവണത, ഈ ഒരു പ്രതിഷേധം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാനാണ്. ഇതൊരു സമരമല്ല, പക്ഷേ ഇത്രയും ജനങ്ങൾ ഈ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ എൻജിനീയറിംഗ് വിങ്ങിൽ ഇതിൻ്റെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് KSEBയുടെ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇത്രയും പേരെ ഒരുമിച്ച് കൂട്ടി തന്നെ ഇന്നിവിടെ ഇത് ചെയ്യിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ കേരളത്തിലെ പല ജില്ലകളിലും ഇന്ന്
സെക്ഷൻ ഓഫീസുകളിലേക്ക് ഇതുപോലെ മീറ്ററുകൾ കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന നിരവധി തൊഴിലാളികളുണ്ട്. ഇപ്പോൾ ഈ മീറ്റർ കൊടുത്തില്ല, ഇത്തരം കാര്യങ്ങൾ മീറ്റർ കിട്ടുന്നില്ല, പ്രശ്നങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പലരും സോളാർ വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. കസ്റ്റമേഴ്സ് സ്വന്തമായി വാങ്ങിയ മീറ്റർ, സോളാർ മീറ്റർ ഇപ്പോൾ KCBയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇനി താമസിയാതെ ഇവിടുന്ന് ലൈൻമാൻമാരെ വിട്ട് ഈ മീറ്ററുകൾ അവരവരുടെ വീട്ടിൽ ഫിറ്റ് ചെയ്യുമെന്നാണ് കരുതുന്നത്. മീറ്റർ കൊടുത്തായിരുന്നോ? എന്ത് പറഞ്ഞവര്? ആള് വരുമെന്ന് പറഞ്ഞോ? തന്നെ അവിടെ വരുമെന്ന് പറഞ്ഞോ? വരുമെന്ന് പറഞ്ഞു. സന്തോഷമായോ? അവരുടെ മീറ്റർ ഇന്ന് തന്നെ വെച്ച് കൊടുക്കാമെന്നാണ് KCB അധികൃതർ അവർ പറഞ്ഞിരിക്കുന്നത്, പ്രോമിസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സ്ഥലത്ത് എത്താൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് സബ് എഞ്ചിനീയർ പ്രശ്നം ഞങ്ങൾ ഈ മീറ്ററുകൾ മുഴുവൻ കൈമാറിയിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമർ മീറ്റർ മേടിച്ച് കൊടുത്താൽ അതിന് മീറ്റർ റെന്റ് അല്ല, മീറ്റർ റെന്റ് ഒഴിവാകും. പക്ഷേ അതിനകത്തുള്ള വേറൊരു റിസ്ക് ഉള്ളത്, ഈ മീറ്ററിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഈ കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന ഞങ്ങൾ സോളാർ കമ്പനിക്കാരും കൂടെ ചേർന്ന് ആ മീറ്റർ കിടക്കി KCBക്കാർ ഇളക്കി തരുന്ന മീറ്റർ കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് വീണ്ടും ടെസ്റ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കണം. നമ്മൾ മേടിക്കുന്നതുകൊണ്ട് KCBക്ക് ഉത്തരവാദിത്തമില്ല. പകരം വാടക അവർ ഒഴിവാക്കി തരുന്നു. KCB വെക്കുന്ന മീറ്റർ ആണെങ്കിൽ അവർ തന്നെ ഉത്തരവാദിത്തത്തിൽ അവർ തന്നെ റീപ്ലേസ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഈ സ്വന്തമായി വാങ്ങി വയ്ക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്. അതാണ് മാസം തോറും 30 രൂപ ഇതിൻ്റെ വാടക ലാഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു റിസ്ക് കസ്റ്റമർ എടുക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് അവരെ ഞങ്ങൾ ആരും ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കാത്തത്. കേരളത്തിൻ്റെ വൈദ്യുത ഉപഭോഗം ക്രമാതീതമായി കൂടി വരുന്ന ഇക്കാലത്ത് ഗാർഹിക സോളാർ ഉപഭോക്താക്കളെ ഇതുപോലെ ദ്രോഹിക്കാതെ അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകി കുത്തക മുതലാളിമാരിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് അവസാനിപ്പിച്ച് കേരളത്തെ രക്ഷിക്കേണ്ടത് കേരള സർക്കാരിൻ്റെയും KSEBയുടെയും കൂട്ടുത്തരവാദിത്വം തന്നെയാണ്.